Praise the Lord. When we go out, a lot of my friends ask me, they say, ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ശ്രദ്ധയെ അല്പസമയത്തേക്ക് ഈ ശബ്ദപരിധിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ചാനൽ 1 മിനിസ്ട്രീസിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ലഹരി വിമോചന സന്ദേശ യാത്രയുടെ ഭാഗമായി ഈ പ്രദേശത്തും കടന്നുവന്ന് നിങ്ങളോട് കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള സന്ദേശം പങ്കുവെക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ എല്ലാ ദേശനിവാസികളുടെയും ശ്രദ്ധയെ ഞങ്ങൾ അല്പസമയത്തേക്ക് ഈ ശബ്ദപരിധിയിലേക്ക് ക്ഷണിക്കുകയാണ്. നാം ഉൾപ്പെട്ടു നിൽക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിന് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ നമ്മളെല്ലാവരും ദൃശ്യ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെയും പത്രമാധ്യമങ്ങളിൽ കൂടെയും വായിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ കാര്യമാണ്. നാളത്തെ തലമുറയായി വേണ്ട നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മാനസികമായ അവസ്ഥകളെ കുറിച്ച് ആകുലപ്പെട്ടു നിൽക്കുന്നതായ ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ നമ്മുടെ മധ്യത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഇങ്ങനെയുള്ള ആസക്തികളിൽ നിന്ന്, നാശത്തിന്റെ പാതയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ, നല്ല മാർഗത്തിൽ സന്മാർഗത്തിൽ കൂടെ നടത്തുവാൻ അവരെ പര്യാപ്തരാക്കുന്ന ഒരു നല്ല സ്നേഹത്തിന്റെ സന്ദേശമാണ് ഈ ദേശത്തോട് ഞങ്ങൾ ഇന്ന് പകൽ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷ സന്ദേശമാണ്. ലോകത്തെ സ്നേഹിച്ച് ഈ ലോകത്തിലേക്ക് സ്വർഗീയ മഹിമകളെ ഉപേക്ഷിച്ച് ഇറങ്ങി വന്ന, ക്രൂശിൽ തന്റെ അവസാനത്തുള്ള രക്തം വരെയും ചിന്തി മാനവരാശിക്ക് വേണ്ടി തന്റെ ജീവനെ ബലിയർപ്പിച്ച കർത്താവായ യേശു ക്രിസ്തു കാണിച്ചെന്ന സ്നേഹത്തിന്റെ മാർഗത്തിൽ കൂടെ, ആ സുവിശേഷത്തിന്റെ സന്ദേശം ശ്രദ്ധിക്കുന്നതിൽ കൂടെ തലമുറകളെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വിമോചനത്തിൽ ആക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മാർഗത്തിൽ കൂടെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്നുള്ളതിന് ജീവിക്കുന്ന സാക്ഷികളാണ് ഞങ്ങൾ ഓരോരുത്തരും. പത്രമാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും, അനുദിനം വർദ്ധിച്ചു വരുന്നതായ അതിക്രൂരമായിരിക്കുന്ന കൊലപാതകങ്ങൾ, മാനസികമായ വൈകൃതങ്ങൾ കടിമപ്പെട്ട തലമുറകൾ കാണിച്ചു കൂട്ടുന്ന വിക്രിയകൾ, ഇതൊക്കെയും കാണുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് ആകുലതയുണ്ടാകുന്നു, ആശങ്കയുണ്ടാകുന്നു. അവരെ വിദ്യ അഭ്യസിക്കുന്ന അധ്യാപകർക്ക് എന്തു ചെയ്യണമെന്നറിയുവാൻ കഴിയാതെ ആശയക്കുഴപ്പമുണ്ടാകുന്നു. ആത്മീയ നേതൃത്വങ്ങൾ വഹിക്കുന്ന ആചാര്യന്മാർക്ക് ഈ തലമുറകളെ നേരായ വഴിയിൽ നടത്തുവാൻ കഴിയാതെ പോകുന്നതായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇന്ന് പകൽ ഇവിടെ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ സ്നേഹത്തിന് മാത്രമേ നമ്മുടെ തലമുറകളെ രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. സുവിശേഷത്തിന്റെ സന്ദേശം കടന്നു നിന്നിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആഫ്രിക്കയിലെ നരഭോജികളെ മനുഷ്യ സ്നേഹികളാക്കി മാറ്റുവാൻ കഴിഞ്ഞത് സുവിശേഷത്തിന്റെ സന്ദേശമാണ്. യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശം കടന്നു നിന്നിട്ടുള്ള എല്ലാ ഇടങ്ങളിലും മനുഷ്യ മനസ്സുകളിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളോടൊപ്പം സുവിശേഷ പ്രവർത്തനങ്ങളിൽ, ലഹരി വിമോചന സന്ദേശ യാത്രകളിൽ പങ്കാളികളാകുന്ന ഞങ്ങളുടെ ഉറ്റ സ്നേഹിതന്മാർ, ഞങ്ങൾ പലരും മുൻപ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് സമൂഹത്തിന് കൊള്ളരാത്തവരായി ജീവിച്ചവരായിരുന്നു.
മണർകാടുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അജീബ് മാങ്ങാനം എന്ന് പറയുന്നതായ ആ പ്രിയ യൗവനക്കാരൻ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിന് വളരെ മോശമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് വടിവാളും കത്തിയും ഉപയോഗിച്ചുകൊണ്ട് ആരെയും കൂശാതെ ഏത് വലിയ സമൂഹത്തെയും പ്രതിരോധിക്കുവാൻ തക്കതായ മാനസിക ശക്തി പ്രാപിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കൊലപാതകത്തിനും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തി, ആ മനുഷ്യനെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ, ഉപദേശിക്കുവാൻ ആർക്കും കഴിയാതിരുന്നപ്പോൾ, ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് ഉപദേശിക്കുവാൻ കഴിയാതെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് അദ്ദേഹത്തെ മാറ്റി ഒരു സുവിശേഷകനാക്കി തീർത്തത് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന ഈ സ്നേഹത്തിന്റെ സുവിശേഷമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ സ്നേഹത്തിന്റെ സന്ദേശമാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ മാറ്റി ഇന്ന് ഒരു സുവിശേഷകനായി തീരുവാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷത്തിന്റെ ശബ്ദം കടന്നു ചെല്ലുന്ന എല്ലാ മണ്ഡലങ്ങളിലും മനുഷ്യ മനസ്സുകളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മദ്യത്തിനും മയക്കുമതിനും അടിമകളായ തലമുറകളെ വിടുവിക്കുവാൻ എന്തു ചെയ്യണമെന്നറിയാതെ മാതാപിതാക്കൾ, അധ്യാപകർ, സമൂഹം നെട്ടോട്ടമോടുമ്പോൾ അങ്ങനെയുള്ള ആസക്തികളിൽ മദ്യത്തിന്റെയും മയക്കുമതിന്റെയും അടിമത്തത്തിൽ നിന്ന് നമ്മുടെ തലമുറകളെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവനത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അവന്റെ സ്നേഹം നമ്മളെ മാടി വിളിക്കുകയാണ്. പാപികളായ മനുഷ്യരെ സ്നേഹിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ രക്ഷിപ്പാൻ വന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ അവൻ നമ്മളെ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുമ്പോൾ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കിലേക്ക് വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് കർത്താവ് പറയുമ്പോൾ, ആർക്കും ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത, ആർക്കും വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ കഴിയാത്ത വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എങ്കിൽ യേശു കർത്താവിന് അങ്ങനെയുള്ള വ്യക്തികളെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ സാധ്യമായി തീരും. പത്രമാധ്യമങ്ങളിൽ വായിച്ചു നോക്കുക. മാവേലിക്കരയിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് മമ്മ മുമ്പ് പത്രത്തിൽ വായിച്ചതാണ്, ഒരു പിഞ്ചു ബാലികയെ തന്റെ സ്വന്തം മകളെ ചുറ്റിയേക്ക് തലക്കടിച്ചു കൊന്നിട്ട് കാമുകിയോടൊപ്പം ജീവിക്കുവാൻ പോയ ഒരു പിതാവിനെ പറ്റി നമ്മൾ വായിക്കുകയുണ്ടായി. സ്വന്തം അപ്പനെ തലക്കടിച്ച് കൊല്ലുന്നതായ മക്കളെ കുറിച്ച് നമ്മൾ വായിക്കുകയുണ്ടായി. മാതാപിതാക്കളെ അനുസരിക്കാതെ അവരുടെ ശബ്ദത്തിന് ശ്രദ്ധ കൊടുക്കാൻ നടക്കുന്ന തലമുറകളെ കുറിച്ച് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഈ വിമുക്തിയിൽ നിന്ന്, ഈ വലിയ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നമ്മുടെ തലമുറയെ രക്ഷിക്കുവാൻ ആർക്ക് സാധിക്കും എന്ന ഒരു ചോദ്യം സമൂഹത്തിലെ എല്ലാ ശ്രേണിയിലുമുള്ള എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ ഉയർന്നു പൊങ്ങുമ്പോൾ, ഞങ്ങൾ നിങ്ങളോട് ഇന്ന് പകൽ വിളിച്ചു പറയട്ടോ, നമ്മുടെ തലമുറകളെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുന്ന, അവരെ ബന്ധികളാക്കി വെച്ചിരിക്കുന്ന, അടിമത്തത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഈ ആസക്തികൾ നമ്മുടെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ. അതത്രേ നസറനായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശം നമ്മുടെ തലമുറകളുടെ കാതുകളിൽ കേൾക്കുന്നുവെങ്കിൽ, അവരോട് അത് പങ്കുവെക്കുവാൻ നമുക്ക് സാധ്യമായി തീരുന്നുവെങ്കിൽ, നമ്മുടെ തലമുറകളെ വിടുവിപ്പാനായിട്ട് നമുക്ക് സാധ്യമായി തീരും. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. ഞങ്ങൾ അടിമകളല്ല. ഞങ്ങൾ മാതാപിതാക്കളുടെയോ അധ്യാപകരുടെയോ ആരുടെയും അടിമകളല്ല. ഞങ്ങൾ സ്വതന്ത്രരാണ് എന്ന് ഘോരഘോരം പറഞ്ഞുകൊണ്ട്, പ്രസംഗിച്ചുകൊണ്ട് ഇന്നത്തെ യുവതലമുറകൾ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ നാശത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തലമുറയെ എന്തിനോട് ഉപമിക്കേണ്ടു? വെളിച്ചം കണ്ടുകൊണ്ട്, അഗ്നി കണ്ടുകൊണ്ട് അതിലേക്ക് ഓടിക്കൂടുന്നതായ പാറ്റുകളോട് നമുക്ക് ഉപമിക്കുവാൻ കഴിയും. അവരെന്തിലേക്കാണ് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ തലമുറകൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അവർ ചെല്ലുന്ന വലിയ നാശത്തിലേക്കാകുന്നുവെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കടന്നു പോകുന്നത് വലിയ ഒരു ബന്ധനത്തിലേക്കാകുന്നു എന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ തലമുറകൾക്ക് സാധ്യമായി തീർന്നില്ല. അങ്ങനെയുള്ള നമ്മുടെ തലമുറകളെ രക്ഷിക്കുവാൻ കഴിയുന്ന സുവിശേഷത്തിന്റെ സന്ദേശമാണ് ഇന്ന് പകൽ ഈ ദേശത്തെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നത്.
ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്ന പാപത്തിന്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ തലമുറകളെ മദ്യത്തിൽ നിന്നും മയക്കുമതിന്റെ ആസക്തിയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശത്തിന് മാത്രമാകുന്നു. അതുകൊണ്ട് നമ്മുടെ തലമുറകളുടെ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാകുന്നു യേശു ക്രിസ്തു. സ്വർഗീയ മഹിമകളെ വിട്ട് താഴലോകത്തിലേക്ക് ഇറങ്ങി വന്ന മാനവരാശിക്ക് വേണ്ടി തന്റെ ജീവനെ അവസാനത്തുള്ള രക്തം വരെയും ചീന്തി കൽവരിയിലെ കൊലമരത്തിൽ അർപ്പിച്ചതായ കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മെ പാപത്തിൽ നിന്നും നമ്മൾ അകപ്പെട്ടിരിക്കുന്ന എല്ലാ സാമൂഹികമായ തിന്മകളിൽ നിന്നും എല്ലാ അന്ധകാരത്തിൽ നിന്നും വിടുവിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തുവാൻ സാധ്യമായി തീരുന്നതാണ്. യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് നമുക്കറിയാം, ആ കാലഘട്ടം മുഴുവൻ അന്ധകാരത്തിലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുവാനിടയായി. 400 വർഷങ്ങൾ മുതൽ 4000 വർഷങ്ങൾക്ക് വരെ മുമ്പ് യേശു ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരുന്നതായ പ്രവചനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അക്കമിട്ട് നിവർത്തിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ കൊലമരത്തിൽ യാഗമായി തന്റെ ജീവനെ അർപ്പിക്കുമ്പോൾ അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ മറ്റൊരു മനുഷ്യന് സാധിക്കാതിരിക്കുമ്പോൾ പാപമില്ലാത്ത ഒരുവൻ മനുഷ്യന് വേണ്ടി മരണം ആസ്വദിക്കണമെന്നുള്ളതായ ദൈവത്തിന്റെ പ്രമാണത്തെ സ്വാധീകരിക്കുവാൻ, സാക്ഷാത്കരിക്കുവാനായി ദൈവമായവൻ തന്നെ മനുഷ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് അവതരിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു. സർവ്വലോകത്തെയും പ്രകാശിപ്പിക്കുന്ന ഒരു സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞതുപോലെ ലോകത്തെ പ്രകാശിപ്പിക്കുവാനായി യേശു ക്രിസ്തുവാകുന്ന സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് വന്ന് പ്രകാശിക്കുവാനിടയായി. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവം തന്റെ മകനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചപ്പോൾ, ഇത്ര വലിയ ഒരു രക്ഷ നമുക്ക് മുമ്പിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുമ്പോൾ അതിനെ ഗണ്യമാക്കാതെ പോകരുത് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേശനിവാസികളോട് ഞങ്ങൾക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ വിളിച്ചു പറയുവാനുള്ളത്, നാം അകപ്പെട്ടിരിക്കുന്നതായ ഈ സാമൂഹികമായ ചിന്തകളിൽ നിന്ന് ഈ നാശത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തലമുറയെ വിടുവിച്ച് രക്ഷിക്കുവാൻ കഴിയുന്നതായ ഈ സ്നേഹത്തിന്റെ സന്ദേശമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഈ സുവിശേഷം കടന്നു ചെന്നിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് മനുഷ്യരാശി അതേ പാത്രമായി തീർന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞങ്ങളോട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഏക പരിഹാരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. സമാധാനമില്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളെ സമാധാനത്താൽ നിറയ്ക്കുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന് മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അതിൽ ലോകം തരുന്നത് പോലെയല്ല. ലോകം തരാത്ത ഒരു സമാധാനം നമുക്ക് നൽകുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന് മാത്രമാണ്. നാം കടന്നു പോകുന്ന മണ്ഡലങ്ങളിലൊക്കെ നമ്മെ അസഹ്യപ്പെടുത്തുന്ന വിഷയങ്ങൾ, സമാധാനം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിന് പരിഹാരം നൽകുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ അവൻ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ എന്റെ ശബ്ദം കേട്ട ആരെങ്കിലും തന്റെ വാതിൽ തുറന്ന് എന്നെ അകത്തേക്ക് ക്ഷണിക്കുവാൻ തയ്യാറായാൽ ഞാൻ അവരോടുകൂടെ ഭക്ഷണം കഴിക്കുവാൻ തയ്യാറാണ്. ഇന്ന് പകൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽക്ക് വന്ന് ഈ ശബ്ദം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുവാനായി ആഹ്വാനം ചെയ്യുമ്പോൾ, ആ ഹൃദയങ്ങളെ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ തയ്യാറായാൽ
നിങ്ങളുടെ ഭവനത്തിന് രക്ഷയുണ്ടാകുവാനിടയാകും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുമ്പോൾ, മറ്റൊരുത്തിലും രക്ഷയില്ല എന്ന് കർത്താവിന്റെ വചനം വിളിച്ചു പറയുമ്പോൾ, എന്ന് പകരം യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവവൈദ്യരായി തീരുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധ്യമാണ്. നിങ്ങൾ മതം മാറുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടനകൾ വിട്ടുപോകുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നമ്മെ സ്നേഹിച്ച് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുവാൻ തയ്യാറായാൽ യേശു ക്രിസ്തു നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ ഭവനത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുവാനിടയാകും. നമ്മുടെ തലമുറകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുവാനിടയാകും. നമ്മുടെ ജീവിതത്തിന്റെ നിലവാരങ്ങൾക്ക് മാറ്റമുണ്ടാകുവാനിടയാകും. എന്തു ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്ന പ്രത്യാശയില്ലാതെ ഒരു കാലഘട്ടത്തിൽ ലോകത്തിൽ അവൻ നെടുകയും കുറുകയും നെട്ടോട്ടം ഓടിക്കൊണ്ടിരുന്ന ഞങ്ങളെ കർത്താവ് തന്റെ സ്നേഹത്താൽ ആകർഷിച്ച് ഈ സുവിശേഷത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകുവാനിടയായെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ശക്തമായി വിളിച്ചു പറയട്ടെ, ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരും. യേശു നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, വിടുതലുകൾ ഉണ്ടാകും. രോഗത്താൽ ഭാരപ്പെട്ട നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഭവനത്തിനകത്തിരിക്കുകയാണെങ്കിൽ എന്ന് പകൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ അറിയുക, നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. യേശു കർത്താവ് കാൽവരിയിൽ മരിച്ചത് നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടിയാകുന്നു. അവനിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തികളെ വിടുവിക്കുവാൻ, സൗഖ്യമാക്കുവാൻ, അവരെ വിമോചിപ്പിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് ശക്തിയുണ്ട്. അവന് സർവ്വത്തിന് മേലും അധികാരമുള്ള സർവശക്തനായ ദൈവമാകുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എത്രമാത്രം ചെയ്യുക. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ പറയുക, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്. നീ എന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാനമുള്ള രക്തം വരെ ചിന്തി എനിക്ക് വേണ്ടി മരിപ്പാനിടയായി ഞാനത് വിശ്വസിക്കുന്നു. നീ എന്റെ രക്ഷകനും കർത്താവുമാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ വിടുതലുണ്ടാകും, രക്ഷയുണ്ടാകുവാനിടയാകും. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ശബ്ദവരിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരോടുമായി ഞങ്ങൾ അവസാനമായി ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം, ഈ സ്നേഹത്തിന്റെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റുവാൻ കഴിയുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തരിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യരുടെ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ആ നാമത്തെ ഞങ്ങൾ ഉയർത്തുമ്പോൾ ഇന്ന് ഈ ദേശത്ത്, ഈ പ്രദേശത്ത് വലിയ ആത്മീകമായ വിടുതലുണ്ടാകുവാനായി ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ദേശത്തിലെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ദേശത്തുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സമാധാനം, യേശു ക്രിസ്തുവിലൂടെയുള്ള സമാധാനം ഈ ഭവനങ്ങളിൽ വ്യാപരിപ്പാനിടയാകണം. തലമുറകളിൽ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള സ്വാതന്ത്ര്യം വ്യാപരിപ്പാനിടയാകണം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്ന തലമുറകൾ വിടുവിക്കപ്പെടുവാനിടയാകണം. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങളും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തിൽ ഒരു വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ, ഒരു രക്ഷ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കുവാനായി തയ്യാറാകൂ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങൾക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനിടയായി, യേശു നിങ്ങൾക്ക് വേണ്ടി തന്റെ അവസാനത്തിലുള്ള രക്തം വരെയും ചീന്തുവാനിടയായി. മറ്റൊരുത്തരിൽ രക്ഷയില്ല. ഈ രക്ഷിതാവായ കർത്താവിലേക്ക് നമുക്ക് ഓടിയെടുക്കാം. കർത്താവിൽ കൂടെ വിടുതൽ പ്രാപിക്കാം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ മനോജ് മച്ചു മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. സമ്പന്നനായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ദേശത്ത് ഈ ശബ്ദം ശ്രവിക്കപ്പെട്ട എല്ലാ വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, കർത്താവെ, ലോകത്തിന് സമാധാനം നൽകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തെ കർത്താവെ നിന്റെ അഭിഷേകത്തിലൂടെ ഈ ദേശത്തോട് അവിടുന്ന് ഘോഷിച്ചല്ലോ.
ഈ ശബ്ദം കേൾക്ക കർണങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഹൃദയങ്ങളിൽ വ്യതിയാനം ഉണ്ടാകട്ടെ. മുൻവിധികളോടെ കേട്ടവർ, വിരുദ്ധതയോടെ കേട്ടവർ, സമാധാനത്തിനായി കേട്ടവർ, ആശ്വാസമടയുവാൻ കേട്ടവർ, വ്യത്യസ്തമായ ഭാവങ്ങളോടെ കേട്ട എല്ലാ ഹൃദയങ്ങളിലും ഈ വിതയ്ക്കപ്പെട്ട വിത്തുകൾ നൂറുമേനി ഫലവത്തായി വിളയട്ടെ. കർത്താവേ, പിതാവോടുന്ന് ആകർഷിക്കണമേ ക്രിസ്തുവിലേക്ക്. ജനത്തെ സമാധാനത്തിൽ നിറയ്ക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കണമേ. ദേശത്തിന്റെ ശൂന്യതകളെ മാറ്റണമേ. ദാരിദ്ര്യത്തെ നീക്കണമേ. ദേശത്തുനിന്ന് കലഹങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവേ, സ്നേഹം നിറഞ്ഞു കവിയുന്ന കുടുംബങ്ങളായി ഓരോ കുടുംബങ്ങളും മാറേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇന്ന് നിന്റെ ദാസനിലൂടെ പറഞ്ഞു, മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്ക് നൽകപ്പെട്ട ഏകനാമമായ കർത്താവായ യേശുക്രിസ്തു എന്ന സത്യേക ദൈവത്തിലേക്ക് ഹൃദയങ്ങൾ തിരിയേണ്ടതിനായി, ദൈവത്തിൽ ആശ്രയിച്ച്, ക്രിസ്തുവിൽ ആശ്രയിച്ച് രക്ഷ പ്രാപിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കലഹപൂർണമായ കുടുംബങ്ങൾ സമാധാനമണയട്ടെ. ദാരിദ്ര്യത്തിൽ കിടക്കുന്നവർ കർത്താവേ, അവിടുന്ന് ശൂന്യതകൾ മാറി സമ്പന്നമായി തീരട്ടെ. കർത്താവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തലമുറകളെയും കുടുംബങ്ങളെയും ഓരോന്നിനെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇന്ന് നിൽക്കുന്ന കർത്താവ് ഈ മണ്ണിനെ അനുഗ്രഹിക്കുന്നു. അപ്പന്റെ കരങ്ങളിൽ തരിക. പിതാവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിനെപ്പറ്റി കൂടുതലായി വിശദ വിവരങ്ങൾ അറിയുവാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനോ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കടന്നു പോകുന്നതിന് മുമ്പ് ക്ഷണിച്ചാൽ ഞങ്ങൾ നിശ്ചയമായി നിങ്ങളുടെ ഭവനങ്ങളിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കാം.